മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചില താരങ്ങൾ എത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ? അപ്പൊ ആദ്യം നമ്മുടെ മധുസാർ എത്തുകയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകും. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസരോഗി, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത് മറ്റാരുമല്ല, അത് നകുലന്റെ ഭാര്യ ഗംഗയാണ്. നിങ്ങൾക്കാർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് തെക്കിനിയുടെ തെക്കേ മൂലയിൽ ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് പോകുമ്പോൾ ഗംഗ ഒരു വല്ലാത്തൊരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടത് ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തപ്രമത്തിന്റെ ചീത്തവിളിയുടെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഒരു വല്ലാത്തൊരു വിളിയാണ് എൻ്റെ അമ്മോ എന്നെ വിളിച്ച്. ഭാഷ തമിഴായോണ്ട് ഞാൻ ചമ്മിയില്ല, പക്ഷെ ഞാൻ 2 വിളി വിളിച്ചപ്പോ അവള് ചമ്മി. പക്ഷെ അവള് വീണ്ടും വരും, അവൾക്ക് വേണ്ടത് ബ്ലഡ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നസീർ സാറാണ് ഗംഗടുത്ത് 2 വാക്ക് സംസാരിക്കുന്നത്. എങ്ങനെയായിരുന്നു? പ്രിയമുള്ള ഗംഗയ്ക്കും ഗംഗയുടെ ബാധയ്ക്കും ഇവിടെ വരുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാനിവിടെ വന്ന് നിങ്ങളെ കാണുവാൻ മാത്രമല്ല, മറിച്ച് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാൻ ഗംഗയുടെ ബാധയ്ക്ക് സെൻസ് ഉണ്ടാകണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം, മിനിമം ഗ്രാറ്റുവിറ്റി എങ്കിലും ഉണ്ടാകണം. കളരി പരമ്പര ദൈവങ്ങളാണ്, മരിച്ചുപോയ കുഞ്ചാക്കോയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇന്നേക്ക് 101 എന്നാൽ നീ ഈ ശരീരം വിട്ട് പോയിരിക്കണം. എന്ത് പറഞ്ഞടി? പോകില്ലെന്നു വരിനടി, കാണിച്ചു തരാമടി, വാടി. നീ നാഗവല്ലിയായി മാറുന്ന സമയത്ത് നൃത്തം ചെയ്യുമല്ലേടി? നിന്നേക്കാൾ നല്ല നൃത്തം ഞാൻ ചെയ്യുമടി, ദാ കാണടി. താങ്ക് യു.